ഇന്നുണ്ടല്ലോ കേരളത്തിലെ ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അല്ല രണ്ട്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ 10-23 കൊല്ലം നിന്നിട്ടും ഈ ഒരു റെസിപ്പി ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അടുത്തിടെയാണ് കേട്ടോ. അതും ഹസ്ബൻഡ് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നല്ല കപ്പ കിട്ടാൻ വേണ്ടി കാത്തിരിപ്പായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, നാളികേരപ്പാൽ ചേർത്ത് ഉണ്ടാക്കണ കാരണം എന്തായാലും മോശമാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ആദ്യമായിട്ട് കഴിക്കാം വിചാരിച്ചു. പറഞ്ഞു വന്നപ്പോൾ റെസിപ്പി ഏതാണെന്നും പറഞ്ഞില്ല, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കറി ഏതാണെന്നും പറഞ്ഞില്ല. വേറൊന്നുമല്ല, പാൽക്കപ്പ കൂടെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ പാൽക്കപ്പ ഞാൻ കപ്പ അതിനുള്ളത് ഒന്ന് നുറുക്കിയെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തു. ഞാൻ നുറുക്കണത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നുറുക്കിട്ടോ. ഇങ്ങനെ നുറുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നുറുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള വേരും ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ പിന്നെ കഴിക്കാൻ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതും അല്ലെങ്കിൽ ഞാൻ വേറൊരു തരത്തിൽ അത് നുറുക്കിയെടുക്കാറുണ്ട്. അതൊക്കെ എൻ്റെ അമ്മ നുറുക്കണത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ പണ്ട് നുറുക്കിയിരുന്നു. അതാ ഇങ്ങനെ ഇതിൽ തന്നെ വെച്ച് നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തൊന്നും എടുക്കണ്ട. ഇതുപോലെ ഇങ്ങോട്ട് നുറുക്കി ഇങ്ങനെ എടുക്കാം. കൊത്തി ഇടാം. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് വലിയ ഭംഗി തോന്നിയില്ല കപ്പ കഷ്ണങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ മറ്റേ രീതിയിൽ ചെയ്യും. അപ്പോൾ എന്തായാലും അത് നുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേവിക്കാൻ വെക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക, എന്നിട്ട് അത് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അവിടെ ഇരുന്ന് പതുക്കെ അങ്ങോട്ട് ഇരുന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് സാധാരണ അങ്ങോട്ട് വെന്ത് വരട്ടെ. പിന്നെ കപ്പ എനിക്ക് നോക്കിയെടുക്കാനൊന്നും അറിയില്ല. ചീച്ചിലുണ്ടോയെന്ന് മാത്രം നോക്കാൻ അറിയുള്ളൂ. അല്ലാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വേവ് കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ എങ്ങനെ വേവും ഉടയോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് വേവിച്ച് വന്നപ്പോഴാണ് വല്ലാണ്ട് ഉടയുന്ന ടൈപ്പല്ല, ശരിക്കും ഇതിന് ഇത്തിരി ഉടഞ്ഞിങ്ങനെ ഉള്ള ഒരു ടൈപ്പ് കപ്പയായിരുന്നു നല്ലത്. അപ്പോൾ എന്തായാലും ബീഫ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് കഴുകി റെഡിയാക്കി വന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ്, കറുകപ്പട്ടയുടെ ഇല അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ കുക്കർ എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും വയ്ക്കും, ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വിസിലുകൾ വന്നുകൊണ്ടിരിക്കും, പക്ഷേ വേവലൊന്നും അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് വെച്ച് അത് കുറേ വിസിൽ വന്നു. അപ്പോൾ ഞാൻ എന്തിങ്ങനെ വെള്ളം പറ്റുമോ എന്നൊക്കെ സംശയത്തിൽ തുറന്നു നോക്കിയപ്പോൾ പിന്നെയും വേവാനുണ്ട്. അങ്ങനെ രണ്ടാമതും വെച്ച് അങ്ങനെയൊക്കെയാണ് വേവിച്ചെടുത്തത്. ഇനി കറി വയ്ക്കാനുള്ള ബാക്കി സാമഗ്രികൾ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് നിരത്തണം കേട്ടോ. ഇനി അതിന് ആവശ്യമുള്ളത് അങ്ങോട്ട് എടുത്ത് എനിക്ക് പാൽക്കപ്പ തയ്യാറാക്കാനുള്ളതും വേണം, ബീഫ് കറിയിലേക്കുള്ളതും വേണം, വറുത്തിടാൻ ഒക്കെ ഇതിന് വേണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവാളയും ഒക്കെ എടുത്തിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ കപ്പ വെട്ടിത്തിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കുറച്ച് ചതയ്ക്കാനുണ്ട്, കുറച്ച് നമുക്ക് അരിയാനുണ്ട്, ബാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാനുണ്ട്. ചതയ്ക്കാനുള്ളതൊക്കെ വേഗം ഒന്ന് ചതച്ച് വയ്ക്കാന്ന് വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. കറിയിലേക്ക് വേണ്ടിയതൊക്കെ ഞാൻ മിക്സി ജാറിലിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കണ പോലെ ആക്കില്ലേ, അങ്ങനെ ആക്കിയെടുക്കണമല്ലോ കേട്ടോ. ഇനി നമുക്ക് ബീഫ് കറി വയ്ക്കാനായിട്ട് ഒരു പാത്രടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അത് വഴറ്റി വരുമ്പോഴാണ് സവാള അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് ഒന്നും കൂടി വഴറ്റുക. എന്നിട്ട് പിന്നെ തക്കാളി ചേർക്കാം.
തക്കാളി ഒന്ന് അങ്ങനെ ഉടഞ്ഞ് വരുമ്പോഴാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി ഉടഞ്ഞ് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് പാൽക്കപ്പയിലേക്കുള്ളത്. അപ്പോൾ കപ്പ ദാ നന്നായി വെന്തിട്ടുണ്ട്. അതിങ്ങനെ ഉടഞ്ഞ് വരുന്ന കപ്പയല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ വെള്ളം ബാക്കിയുള്ളതൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഞാൻ നാളികേരം പിഴിഞ്ഞിങ്ങനെ 1-ാം പാലും 2-ാം പാലും ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായി. അതിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിൽ കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെച്ചൊന്ന് തിളച്ച് ഈ പാലൊക്കെ ഒന്ന് കപ്പയിലേക്ക് പിടിച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ അവിടെ കിടന്ന് അത് വെന്ത് റെഡിയാവട്ടെ. ഇനി ബാക്കി നമുക്കിതിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട, പിന്നെ മല്ലിപ്പൊടി പണിയൊന്നും എൻ്റെ ഗ്യാസിൽ മൊത്തം മല്ലിപ്പൊടി പോയി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് തുടച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ ചേർക്കണം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അതിങ്ങനെ ഇരിക്കുമല്ല, ഞാൻ അവിടെ തന്നെ വയ്ക്കും. അപ്പോൾ കൈയോടെ ഇങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മുളക് പൊടിയും എല്ലാ മസാലകളൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കുറച്ചധികം വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബീഫ് വേവിച്ചേക്കുന്നത്. എന്താ വെച്ചാൽ കുറുകിയിരിക്കുന്ന ബീഫല്ല എനിക്ക് വേണ്ട, ബീഫ് റോസ്റ്റായിട്ടോ അങ്ങനെയൊന്നല്ല, ഇത്തിരി വെള്ളം ഒക്കെ ആയിട്ടുള്ള ബീഫ് കറി എന്ന് തന്നെ പറയാം. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പാൽക്കപ്പയിലേക്ക് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ നമ്മളൊന്ന് ഉടച്ചൊക്കെ കൊടുക്കണം. നന്നായി വെന്തുടങ്ങണ കപ്പണെങ്കിലും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കണം. കുറച്ച് കടിക്കാനും കിട്ടണം, കുറച്ച് ഉടഞ്ഞും കിടക്കണം, അങ്ങനെയാണ് പാകം. അപ്പോഴേക്കും കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അതും പെരിഞ്ചീരകവും കരയാമ്പൂ, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ കുരുമുളക്, ഇത്രയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു കറി തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കാര്യം റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ മല്ലിയില കുറച്ച് അരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം, നല്ലൊരു ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവാൻ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ അപ്പോഴേക്കും ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 1-ാം പാലും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ വറ്റി ഇതുപോലെ തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒന്ന് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വറുത്തിടാനുള്ള പരിപാടികളാണ്. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് ഇത് നമ്മുടെ പാൽക്കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ പാൽക്കപ്പയും റെഡിയായി. കണ്ടില്ലേ? അതിങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരുമ്പോൾ നാളികേരപ്പാലും വെളിച്ചെണ്ണയൊക്കെ അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ അങ്ങനെ മൂത്തിട്ടുള്ള ഒരു മണം, എന്തൊരു നല്ല മണമെന്നറിയോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാളികേരപ്പാലിൻ്റെ. എനിക്ക് പിന്നെ റെസിപ്പി ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമാണല്ലോ. അതപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് പാൽക്കപ്പ വിളമ്പി അതിൻ്റെ മുകളിലേക്ക് ബീഫ് കറിയും വിളമ്പി അങ്ങോട്ട് കഴിച്ചു. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അറ്റ്ലീസ്റ്റ് പാൽക്കപ്പെങ്കിലും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.